ഇന്നലത്തെ രാജസ്ഥാൻ ഗുജറാത്ത് മത്സരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ജയിച്ച മത്സരമാണ് രാജസ്ഥാൻ അവസാനം കൊണ്ടുപോയി കളഞ്ഞത്. കളിയിലും ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്നലത്തെ മാച്ചിൽ ഒത്തുകളി നടന്നിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ട്വിറ്ററിൽ ഇപ്പോൾ മാച്ച് ഫിക്സിംഗ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ഇതുവരെ ഒരു മാച്ചിൽ പോലും തോറ്റിട്ടില്ല. ഇന്നലത്തെ മത്സരത്തിലും രാജസ്ഥാൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. ഗില്ലെ ഔട്ടായ ശേഷം രാജസ്ഥാൻ്റെ കയ്യിലേക്ക് കളി തിരിച്ചെത്തി. പക്ഷേ ലാസ്റ്റത്തെ 5 ഓവർ രാജസ്ഥാൻ മനഃപൂർവ്വം വിട്ടുകൊടുത്തതുപോലെയാണ് ആരാധകർക്ക് തോന്നിയത്. സെക്കൻഡ് ലാസ്റ്റ് ഓവറിലൊക്കെ 20 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇന്നലത്തെ മാച്ചിൽ ഒത്തുകളി ഉണ്ടായിട്ടുണ്ടെന്ന് ആരാധകർ പറയാൻ കാരണം ഇതാണ്. ട്രെൻഡ് ബോൾട്ടിന് 2 ഓവറിൽ 8 റൺസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും താരത്തിനെ ബൗൾ ചെയ്യിപ്പിച്ചില്ല. ഷഹലിനും അശ്വിനും മറ്റു ബൗളേഴ്സിനും ഇതുപോലെ അടി കിട്ടുമ്പോൾ എന്തുകൊണ്ട് ട്രെൻഡ് ബോൾട്ടിനെ കൊണ്ട് ബൗൾ ചെയ്യിപ്പിച്ചില്ല? അതുപോലെ അവരുടെ സൂപ്പർ ബൗളറായ നാദ്രെ ബർഗറെ ഇന്നലെ ഇറക്കിയില്ല. ഈ IPL മികച്ച കളിയാണ് താരം കാഴ്ചവെക്കാറ്. എന്നാൽ താരത്തെ ഇന്നലെ കളിപ്പിച്ചില്ല. പിന്നെ ഫീൽഡിങ്ങിൽ ഒരുപാട് ക്യാച്ചുകൾ ഇന്നലെ രാജസ്ഥാൻ പാഴാക്കി. ഗുജറാത്തിനെ ജയിച്ചു കൊടുക്കാൻ വേണ്ടി കളിച്ചതുപോലെയാണ് ആരാധകർക്ക് തോന്നിയത്. ജയിച്ച മാച്ച് എങ്ങനെ വിട്ടുകൊടുക്കാമെന്ന് രാജസ്ഥാൻ ഇന്നലെ കാട്ടിത്തന്നു. ഗുജറാത്ത് കളി ജയിച്ചെന്ന് ഗില്ലിന് പോലും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും തോറ്റ കളിയാണ് രാജസ്ഥാൻ മനഃപൂർവ്വം വിട്ടുകൊടുത്തത്. അത്രയ്ക്കും മികച്ച രീതിയിലാണ് 15ാമത്തെ ഓവർ വരെ രാജസ്ഥാൻ കളിച്ചത്. എന്നാൽ അതിനുശേഷം കളി വിട്ടുകൊടുത്തു. കുൽദീപ് സെൻ അവസാനം എത്ര നോബോളും വടികളുമാണ് എറിഞ്ഞത്. അനാവശ്യമായിട്ട് എക്സ്ട്രാസ് രാജസ്ഥാൻ കൊടുത്തു. കളി തോൽപ്പിക്കാൻ വേണ്ടി കളിച്ചതുപോലെ ആരാധകർക്ക് തോന്നി. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഒത്തുകളി നടന്നിട്ടുണ്ടോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.